Hi, hi students, hi future doctors. Okay, today we can discuss about biodiversity and its conservation. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം, അതിനു മുമ്പ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം റൈമണ്ട് എഫ് ഡെസ്മാൻ എന്ന് പറയുന്ന പേഴ്സൺ പുള്ളിയുടെ ബുക്കിലാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ടേം യൂസ് ചെയ്ത് കാണുന്നത്. പക്ഷെ പുള്ളി യൂസ് ചെയ്തത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നാണ്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഓക്കെ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന്. പിന്നീട് വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്ന പേഴ്സൺ ഒരു സെമിനാറിലാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിനെ ഷോർട്ടാക്കി ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേംസ് ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് ഇവരൊക്കെയാണ്. പക്ഷെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേമിനെ പോപ്പുലറൈസ് ചെയ്തത്, അതിനെ ഭയങ്കര ഫേമസ് ആക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ എഡ്വേർഡ് ഒ വിൽസൺ ആണ്. നമുക്ക് പഠിക്കേണ്ടതും ഇതേ പേഴ്സണെയാണ്, എഡ്വേർഡ് ഒ വിൽസണെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എഡ്വേർഡ് ഒ വിൽസൺ ആണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേമിനെ പോപ്പുലറൈസ് ചെയ്തത്, ഫേമസ് ആക്കിയത്. ഓക്കെ, അപ്പോ ബയോഡൈവേഴ്സിറ്റിയിലോട്ട് പോകുമ്പോൾ അപ്പൊ ഈ സ്ലൈഡിൽ കാണുന്ന എല്ലാ ലൈൻസുകളും NCERT തന്നെയാണ്, ലൈൻ ബൈ ലൈൻ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോ ഫോർ എക്സാമ്പിൾ NCERT നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഏലിയൻ ഒരു അന്യഗ്രഹ ജീവി നമ്മളുടെ ഭൂമിയിലോട്ട് വരികയാണ്. അയാൾ ഓഫ് കോഴ്സ് ആകെ വണ്ടർ അടിച്ചു പോകും, ആകെ അമേസ് ആയി പോകും. കാരണം അത്രയും എനോമറസ് ഡൈവേഴ്സിറ്റി നമ്മളുടെ ഈ എർത്തിലുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 20,000 സ്പീഷീസ് ഓഫ് ആന്റുകൾ, മോർ ദാൻ 20,000 സ്പീഷീസ് ഓഫ് ആന്റുകൾ ഈ ഭൂമിയിലുണ്ട്. 3 lakh സ്പീഷീസ് ഓഫ് ബീറ്റിലുണ്ട്. 3 ലക്ഷം വണ്ടുകൾ ഈ ഭൂമിയിലുണ്ട്. നിങ്ങൾ അത്രയും വെറൈറ്റീസുകൾ കണ്ടിട്ടുണ്ടോ ജീവിതത്തില്? 28,000 സ്പീഷീസ് ഓഫ് ഫിഷസുകളുണ്ട്. നിയർലി 20,000 സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സുകളുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും സാധനങ്ങളൊക്കെ എന്തുണ്ട് നമ്മളുടെ ഭൂമിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത്രയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് നമുക്ക് ബയോഡൈവേഴ്സിറ്റിയെ പറയുമ്പോൾ ബയോഡൈവേഴ്സിറ്റി, അപ്പോൾ എന്താണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാട് എടുക്കുന്നു. ഓക്കെ, ഈ ഒരു കാട്ടിൽ ഒരു 100 അനിമൽസുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ കാട്ടിൽ മാനുണ്ട്, ടൈഗർ ഉണ്ട്, കരടിയുണ്ട്, മുയലുണ്ട്, പിന്നെ വേണമെങ്കിൽ വൂൾഫ് ഉണ്ട്, പിന്നെ ഗോട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വെറൈറ്റീസ് ഓഫ് സ്പീഷീസുകൾ ഈ ഒരു കാട്ടിലുണ്ട്. രണ്ടാമത്തെ ഒരു കാട്, ഓക്കെ, ഈ കാട്ടിലും ഒരു 100 അനിമൽസുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ ലയൺ ഉണ്ട്, സീബ്രയുണ്ട്, വൂൾഫ് ഉണ്ട്, പിന്നെ ചീറ്റയുണ്ട്. ഓക്കെ, ഇവിടെ രണ്ടിടത്തും 100 ആളുകളാണ് ഉള്ളത്, 100 അനിമൽസുകളാണ് ഉള്ളത്. പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇതിൽ എവിടെയാണ് കൂടുതൽ വെറൈറ്റീസുകൾ ഉള്ളത്? ഇവിടെയാണോ, ഫസ്റ്റിലാണോ, സെക്കൻഡ് കേസിലാണോ? എവിടെയാണ് കൂടുതൽ വെറൈറ്റീസ് ഓഫ് അനിമൽസുകൾ കാണുന്നത്? ഓഫ് കോഴ്സ് ഫസ്റ്റിലാണ്. അവിടെയാണ് കൂടുതൽ എന്തുള്ളത്? വെറൈറ്റീസുകൾ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഉള്ളത്, അല്ലെ? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഈ ഡൈവേഴ്സിറ്റി, അതായത് വെറൈറ്റി, വൈവിധ്യം എന്ന് പറയുന്ന സാധനം ഒരു സ്പീഷീസുകളിൽ അല്ലെങ്കിൽ ജീവിയിൽ മാത്രമല്ല കാണുന്നത്. അത് നമ്മൾക്ക് വേണമെങ്കിൽ മോളിക്യൂൾസ് തലത്തിൽ കാണാൻ പറ്റും, ബയോമോളിക്യൂൾസ് തലത്തിൽ കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ്, ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻസുകളുണ്ട്, അതുപോലെ തന്നെ ലിപ്പിഡ്സുകളുണ്ട്, ന്യൂക്ലിക് ആസിഡുകളുണ്ട്, പോളിസാക്കറൈഡുകളുണ്ട്. അപ്പൊ അതിൽ തന്നെ വെറൈറ്റീസുകൾ കാണുന്നില്ലേ? സെല്ലിലോട്ട് പോവുകയാണെങ്കിൽ വെറൈറ്റീസ് ഓഫ് സെല്ലില്ലേ? ലിവർ സെല്ലുകൾ, വെറൈറ്റി ഓഫ് സെല്ലുകൾ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. ലിവർ സെല്ലുണ്ട്, സ്കിൻ സെല്ലുണ്ട്, പിന്നെ നെർവ് സെല്ലുണ്ട്. അങ്ങനെ വെറൈറ്റീസ് ഓഫ് സെല്ലുണ്ട്, വെറൈറ്റീസ് ഓഫ് ഓർഗൻസും ഉണ്ട്, വെറൈറ്റീസ് ഓഫ് ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്, വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസുകളുണ്ട്. അതുപോലെ തന്നെ ഇക്കോസിസ്റ്റത്തിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിലും വെറൈറ്റീസുകൾ ഇല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, ഗ്രാസ് ലാൻഡ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ വെറൈറ്റീസുകളുണ്ട്. അപ്പൊ വെറൈറ്റീസുകൾ ഉണ്ട്. അപ്പൊ ഈ ബയോഡൈവേഴ്സിറ്റിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ 3 ലെവലിൽ പറയാൻ പറ്റും. ആദ്യം നമ്മൾ പറയാൻ പോകുന്നതാണ് ജനറ്റിക് ലെവൽ. ജനറ്റിക് ലെവൽ എന്ന് പറയുന്നത് ഒരു സ്പീഷീസിൽ തന്നെ കാണുന്ന വേരിയേഷൻ, ഒരു സ്പീഷീസിൽ തന്നെ വെറൈറ്റീസുകളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഹ്യൂമൻസിന്റെ കേസ് എടുത്തു നോക്കൂ. ഹ്യൂമൻസുകൾ, ഭൂമിയിലുള്ള എല്ലാ ഹ്യൂമൻസും ഒരേപോലെയാണോ? ആഫ്രിക്കക്കാരനെ പോലെയാണോ ഒരു ചൈനക്കാരനുള്ളത്? അയാളെ പോലെയാണോ ഒരു റഷ്യക്കാരനുള്ളത്? അയാളെ പോലെയാണോ ഇന്ത്യക്കാരനുള്ളത്? അല്ല. പക്ഷെ ബേസിക്കലി നമ്മൾ എല്ലാവരും ഹോമോ സാപ്പിയൻസുകളാണ്, ഒരു സിംഗിൾ സ്പീഷീസ് ആണ്. പക്ഷെ നമ്മൾ
ജനറ്റിക് ലെവലിൽ എന്തുണ്ട്, വേരിയേഷൻസുകൾ കാണുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ വെറൈറ്റീസുകളുണ്ട് അല്ലെ, വൈവിധ്യമുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ജീൻസിൽ കാണുന്ന ഒരു സ്പീഷീസിന്റെ ജീൻസിൽ കാണുന്ന വേരിയേഷൻ ആണ് ഏതിന്റെ പിന്നിൽ, ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ പിന്നിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കേസ് എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 50,000 ജനറ്റിക്കലി ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ട്. റൈസിൽ തന്നെ ഏകദേശം 50,000 വെറൈറ്റീസുകളുണ്ട്. അതുപോലെ തന്നെ മാംഗോയിൽ 1000 വെറൈറ്റീസുകളുണ്ട്, 1000 വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഹിമാലയയിൽ കാണുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഈ റൊവോൾഫിയ വൊമിറ്റേറിയ എന്ന് പറയുന്നത്. റൊവോൾഫിയ വൊമിറ്റേറിയ തന്നെ ഹിമാലയയിൽ പലയിടങ്ങളിലായിട്ട് കാണുന്നു. അപ്പൊ ഇത് എവിടെയാണ് ഉള്ളത് അതിനനുസരിച്ച് തന്നെ, അല്ലെങ്കിൽ ഈ റൊവോൾഫിയ വൊമിറ്റേറിയയുടെ ഡിഫറെന്റ് സ്ട്രെയിനിൽ തന്നെ അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽക്കലോയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള റിസർപ്പിൻ അതിന്റെ എമൗണ്ടിലും അതിന്റെ പൊട്ടൻസിയിലും വ്യത്യാസമുണ്ട്. അപ്പൊ റിസർപ്പിനെ നമ്മൾ ഒരു മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ആര്, റിസർപ്പിൻ. അപ്പൊ ഈ റിസർപ്പിനെ ഹൈപ്പർ ടെൻഷനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. അപ്പോൾ അതിന്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ വീര്യം, പൊട്ടൻസി, അതിൽ തന്നെ റൊവോൾഫിയ വൊമിറ്റേറിയയിൽ എന്തുണ്ട്, നമുക്ക് അതിൻ്റെ എമൗണ്ടിലും പൊട്ടൻസിയിലും നമുക്ക് വേരിയേഷൻസുകൾ കാണാം. എല്ലാം ഒരേപോലെയല്ല, എല്ലാ റൊവോൾഫിയ വൊമിറ്റേറിയലും ഒരേപോലെയല്ല അത് കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹയർ ആൾട്ടിറ്റ്യൂഡിലോട്ട് കൂടുതൽ ഹൈറ്റിലുള്ള ഹിമാലയയുടെ കൂടുതൽ ഹൈറ്റിൽ കാണപ്പെടുന്ന റൊവോൾഫിയ വൊമിറ്റേറിയൽ റിസർപ്പിന്റെ അളവ് കൂടും, അല്ലെങ്കിൽ അതിന്റെ പൊട്ടൻസി കൂടും, ലൈക്ക് ദാറ്റ്. ഇനി അടുത്തതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. വാട്ട് ഈസ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഒരു സ്പീഷീസിൽ കാണുന്ന ഡൈവേഴ്സിറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഞാൻ ഈ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാട്ടിൽ മാനുണ്ട്, മുയലുണ്ട്, കടുവയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിഫറെന്റ് സ്പീഷീസിനെ പറ്റിയാണ് പറയുന്നത്. അതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ്, അതായത് നമ്മളുടെ ഈ ഇന്ത്യയുടെ this is what we call the western Ghats and this is the eastern Ghats. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിൽ ഈസ്റ്റേൺ ഗട്ട്സിനേക്കാളും കൂടുതൽ ആംഫീബിയൻസിനെ കാണാനായിട്ട് പറ്റുന്നു നമുക്ക്. മോർ വെറൈറ്റീസ് ഓഫ് ആംഫീബിയൻസ് ആർ ദർ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ആംഫീബിയൻസുകൾ, ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ആംഫീബിയൻസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ സ്പീഷീസിനെ പറ്റിയല്ലേ പറയുന്നത്. അപ്പൊ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയെ പറ്റിയല്ലേ സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇനി അടുത്തത് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. വാട്ട് ഈസ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി? ഇക്കോസിസ്റ്റം ലെവലിൽ കാണുന്ന ഡൈവേഴ്സിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇന്ത്യ തന്നെ എടുത്തു നോക്കൂ. ഇന്ത്യയിൽ വെറൈറ്റീസ് ഓഫ് ഇക്കോസിസ്റ്റംസുകളുണ്ട്. ഇന്ത്യയിൽ ഡെസേർട്ട് ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ റെയിൻ ഫോറസ്റ്റുകളുണ്ട്. ഇന്ത്യയിൽ അതുപോലെ തന്നെ മാംഗ്രൂവ്സുകൾ, അതായത് കണ്ടൽ കാടുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കോറൽ റീഫുകളുണ്ട്, പവിഴപ്പുറ്റുകളുണ്ട്. അതുപോലെ തന്നെ വെറ്റ് ലാൻഡുകളുണ്ട്, ചതുപ്പ് നിലയങ്ങളുണ്ട്. എസ്റ്റുറീസുകളുണ്ട്. എസ്റ്റുറീസ് എന്ന് പറഞ്ഞാൽ റിവറും ഓഷനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഭാഗം. എസ്റ്റുറീസുകളുണ്ട്. അതുപോലെ തന്നെ ആൽപൈൻ മിഡോസുകളുണ്ട്. ഈ പറയുന്ന കാശ്മീർ അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, സിക്കിം പോലെയുള്ള പ്രദേശത്തുള്ള ആ താഴ്വരകൾ, അത്തരത്തിലുള്ള ആൽപൈൻ മിഡോസുകളുണ്ട്. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ഇക്കോ സിസ്റ്റംസുകളാണ്. അവിടെ കാണുന്ന പ്ലാന്റ്സും അതുപോലെ തന്നെ അനിമൽസും ഒക്കെ വേറെ തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനെ പറ്റിയ പറയുന്നത്, വെറൈറ്റീസ് ഓഫ് ഇക്കോ സിസ്റ്റംസുകൾ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇനി ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള കൺട്രിയിൽ നോർവേ പോലെയുള്ള കൺട്രിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഡൈവേഴ്സിറ്റി കാണുന്നു. നോർവേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് പോളാർ റീജിയൻ അല്ലെങ്കിൽ ടെമ്പറേറ്റ് റീജിയൻ, പോളാർ റീജിയന്റെ ആ ഭാഗത്തായിട്ട് കാണുന്ന കൺട്രിയാണ് ഈ നോർവേ ഒക്കെ. എന്നാൽ ട്രോപ്പിക്കൽ റീജിയനിൽ കാണുന്ന ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ കൂടുതൽ ഇക്കോസിസ്റ്റം കാണുന്നു. അപ്പോൾ എന്താണ് ട്രോപ്പിക്കൽ ടെമ്പറേച്ചർ ഡിഫറൻസിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പതിയെ നമ്മൾ പഠിക്കും. ഇനി ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി തന്നെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ there are different type of ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയെ വേണമെങ്കിൽ ആൽഫ ഡൈവേഴ്സിറ്റി, ബീറ്റ ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ഗാമ ഡൈവേഴ്സിറ്റി എന്നിങ്ങനെ നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ചെയ്യാം. ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ which means the more number of species in one region, number of species in one region. ഒരു റീജിയനിൽ കാണുന്ന നമ്പർ ഓഫ് സ്പീഷീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി ബീറ്റ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ
which is basically the difference of species between two regions. രണ്ട് റീജിയൻസിന്റെ ഇടയിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഷീസ് difference in species between two regions. രണ്ട് റീജിയൻസിന്റെ ഇടയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫോറസ്റ്റ് എടുക്കുന്നു. ഓക്കെ, ആ ഫോറസ്റ്റിൽ ഞാൻ ടൈഗറിനെ കാണുന്നു, ഡിയറിനെ കാണുന്നു, പിന്നെ അതേപോലെ തന്നെ റാബിറ്റിനെ കാണുന്നു. ഞാൻ ഇതുപോലെ തന്നെ ഒരു ഒരു ഗ്രാസ് ലാൻഡ് എടുക്കുന്നു. ഗ്രാസ് ലാൻഡ് ഞാൻ സീബ്രനെ കാണുന്നു, ലയണിനെ കാണുന്നു. ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് ആൽഫ ഡൈവേഴ്സിറ്റി. ആൽഫ ഡൈവേഴ്സിറ്റി. ഞാൻ ഈ ഫോറസ്റ്റിനെയും ഈ ഗ്രാസ് ലാൻഡിനെയും കൂടി കമ്പയർ ചെയ്യുകയാണ്, ഇവിടെയുള്ള സ്പീഷീസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നൗ ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ബീറ്റ ഡൈവേഴ്സിറ്റി. ഗാമ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടോട്ടൽ സ്പീഷീസ്, ഓക്കെ, ടോട്ടൽ സ്പീഷീസ് ഇൻ ഓൾ ഇക്കോസിസ്റ്റം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഗാമ ഡൈവേഴ്സിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കേരളത്തിലുള്ള സൈലന്റ് വാലി നാഷണൽ പാർക്കിലുള്ള സ്പീഷീസിനെ എടുക്കുന്നു. അവിടെ ഞാൻ എടുക്കുന്നത് ആൽഫ ഡൈവേഴ്സിറ്റിയാണ്. ഞാൻ താർ ഡെസേർട്ടിലുള്ള സ്പീഷീസുകളുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ബീറ്റ ഡൈവേഴ്സിറ്റി. ഇനി താർ ഡെസേർട്ടും അതുപോലെ തന്നെ ഈ മീൻസ് സൈലന്റ് വാലി നാഷണൽ പാർക്കൊക്കെ എവിടെയാണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജോഗ്രഫിക്കൽ എൻറ്റിറ്റിന്റെ ഉള്ളിലാണുള്ളത് അല്ലേ. അപ്പോൾ ഇന്ത്യനെ ആസച്ച് എടുക്കുമ്പോൾ അതെന്തായി, അത് ഗാമ ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ ദീസ് ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ തന്നെയുള്ള, വീണ്ടും നമുക്ക് വേണമെങ്കിൽ സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ഇനി വൈ ബയോഡൈവേഴ്സിറ്റി മാറ്റേഴ്സ്. ബയോഡൈവേഴ്സിറ്റിയുടെ കേസിലോട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു ബയോഡൈവേഴ്സിറ്റി, ഇന്ന് കാണുന്ന ബയോഡൈവേഴ്സിറ്റി ഉണ്ടായി വരാൻ മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ എവല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എവല്യൂഷനിലൂടെ മില്യൺസ് ഓഫ് ഇയേഴ്സുകൾ എടുത്ത്, ഓക്കെ, അത്രയും വർഷം എടുത്തിട്ടാണ് ഇന്ന് കാണുന്ന ബയോഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്തു വന്നത്. അറിയാമല്ലോ, എവല്യൂഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അനിമൽസുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഓർഗാനിസംസുകൾ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും വെറൈറ്റീസുകൾ, അപ്പോൾ എത്ര കൂടുതൽ എവല്യൂഷന് സമയം കിട്ടുന്നു, അത്രയും കൂടുതൽ എന്തിനുള്ള ചാൻസ് കൂടുന്നു, ബയോഡൈവേഴ്സിറ്റി കൂടാനുള്ള ചാൻസ് കൂടുന്നു. അപ്പൊ എവല്യൂഷൻ എത്രത്തോളം കൂടുതൽ എവിടെ സമയം കിട്ടുന്നോ അവിടെ അത്രയും കൂടുതൽ എന്തിനുള്ള സമയം, അത്രയും കൂടുതൽ എന്തും കിട്ടുന്നു, ബയോഡൈവേഴ്സിറ്റിയും കിട്ടുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിലവിലെ കറന്റ് റേറ്റ് ഓഫ് സ്പീഷീസ് ലോസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, വിത്തിൻ 2 സെഞ്ചുറി കൊണ്ട് തന്നെ നമ്മൾക്ക് we could lose the most of this diversity. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ കറന്റ് റേറ്റ് ഓഫ് സ്പീഷീസ് ലോസ്, അതായത് നമുക്കിപ്പോൾ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കുന്നത്, ആരൊക്കെ അതുപോലെ ഇല്ലാതായിട്ടുണ്ട്, എക്സ്റ്റെൻറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പതിയെ പഠിക്കും. അപ്പോൾ എന്തായാലും ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ട്. അതായത് പ്രകൃതി എന്ത് ചെയ്യുന്നുണ്ട്, അതായത് നാച്ചുറൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡാമേജ് വരുന്നുണ്ട്. അറിയാലോ, പ്രകൃതി എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ഓൾറെഡി അണ്ടർ ത്രെറ്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കാണുന്ന സ്പീഷീസുകൾക്കും ഇതുപോലെ തന്നെ എന്തുണ്ട്, ത്രെറ്റുകളുണ്ട്. അപ്പോൾ ഒരുപാട് സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നുണ്ട്, വംശനാശം സംഭവിച്ചു പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി ലോസ് ഭൂമിയുടെ എല്ലാ കാലഘട്ടത്തിലും, അതായത് ഭൂമിയിൽ ജീവികൾ ഉണ്ടായിരുന്ന എല്ലാ കാലഘട്ടത്തിലും ഈ ഒരു സംഭവം ഉണ്ടെങ്കിലും ഇപ്പോൾ അത് കുറെ കൂടി ഫാസ്റ്റർ റേറ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിലവിലെ ഈ റേറ്റ് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ വിത്തിൻ 2 സെഞ്ചുറീസ്, വെറും 200 വർഷങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ, നമ്മൾക്ക് മോസ്റ്റ് ഓഫ് ദ ഡൈവേഴ്സിറ്റിയും നമുക്ക് ലോസ് ആയി പോകും. ഇനി ഓക്കെ, ഇനി നമ്മൾക്ക് സ്പീഷീസുകൾ, വെറൈറ്റീസ് ഓഫ് സ്പീഷീസുകൾ നമുക്ക് ഭൂമിയിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഇവിടെ ബേസിക്കലി ഇതിലെടുത്തിട്ടുള്ള എല്ലാ ലൈൻസുകളും NCERT ലൈനുകൾ തന്നെയാണ്. NCERT ലൈനിന് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തതാണ് ഇവിടെ കേട്ടോ. അപ്പോൾ NCERT ലൈനിനെയാണ് ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോസ്ഫിയർ ഇമൻസ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഹെട്രോജീനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതൊരു സ്പീഷീസ് ലെവലിലല്ല, ഈവൻ എല്ലാ ബയോളജിക്കൽ ലെവലിലും ഉണ്ട്. അതായത് ഫ്രം മാക്രോ മോളിക്യൂൾസ് ലെവൽ വിത്തിൻ സെൽ, ഒരു സെല്ലിലെ മാക്രോ മോളിക്യൂൾസ് മുതൽ ബയോംസ് വരെ. ബയോംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, അതൊരു ബയോമാണ്. ഓക്കെ, അതുപോലെ തന്നെ ടെമ്പറേറ്റ് ഫോറസ്റ്റ്, അതൊരു ബയോമാണ്. ഓക്കെ,
അപ്പൊ അത്തരത്തിലുള്ള കാര്യം എന്താണ് ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് എന്നുള്ളതൊക്കെ നമ്മൾ പതിയെ മനസ്സിലാക്കും ഈ ചാപ്റ്ററിലായിട്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്താണ്, ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്താണ്, ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പോയി. ഓക്കെ, ഇനി നമ്മൾ ഒരുപാട് പേര് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോടൊക്കെ നമ്മൾ ഒരുപാട് സ്പീഷീസിനെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്, അതിന് നോമൻക്ലേച്ചർ നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇനിയും ഭൂമിയിൽ നമുക്ക് ഒരുപാട് പേരെ കണ്ടെത്താനായിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് IUCN. ഓക്കെ, IUCN എന്ന് പറയുന്നത് വിച്ച് ഈസ് ബേസിക്കലി ഒരു ഇന്റർനാഷണൽ യൂണിയൻ ആണ് ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ. നേച്ചറിനെ കൺസർവ് ചെയ്യുക, അതുപോലെ തന്നെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിന്റെ അവരാരൊക്കെയാണ് എന്നുള്ളത് ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അത് പബ്ലിഷ് ചെയ്യുക, അതിനെപ്പറ്റി ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള പണികളൊക്കെ ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ യൂണിയൻ ആണ് ഇത് ഈ IUCN എന്ന് പറയുന്നത്. അപ്പോൾ IUCNന്റെ കയ്യിൽ സ്പീഷീസുകളെ പറ്റിയുള്ള ഡാറ്റയുണ്ട്. അവരുടെ കയ്യിലുള്ളത് ഏകദേശം അബൌട്ട് 1.5 മില്യൺ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ അവർ ഇതിനോടകം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ IUCNന്റെ കയ്യിലുള്ള ഡാറ്റ പ്രകാരം എത്രയാണ്, 1.5 മില്യൺ സ്പീഷീസ് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ പക്ഷേ ഇത് നമ്മൾ ഇതിനോടകം കണ്ടെത്തിയവരാണ്. ഇനിയും എത്രയോ പേരെ കണ്ടെത്താനുണ്ട്. അതായത് ഭൂമിയിൽ ലക്ഷക്കണക്കിന് എന്തുണ്ട്, വെറൈറ്റീസ് ഓഫ് സ്പീഷീസുകളുണ്ട്. അതെന്തായാലും നമ്മൾ അത്രയും ആളുകളെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾക്ക് ഈ ഒരു ആയുസിൽ അത് കണ്ടു തീർക്കാൻ പറ്റത്തുമില്ല. ഓക്കെ, അപ്പോ ദ എക്സാക്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത് ഈസ് സ്റ്റിൽ അൺനോൺ. അതായത് ഭൂമിയിൽ ശരിക്കും എത്ര സ്പീഷീസുകൾ ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് ഒരു ധാരണയുമില്ല, നമുക്കത് അറിയില്ല എത്രയുണ്ട് എന്നുള്ളത്. അതായത് മെനി സ്പീഷീസ് ആർ യെറ്റ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് ഡിസ്ക്രൈബിൾ. അതായത് ഇനിയും ഒരുപാട് സ്പീഷീസുകളെ നമ്മൾ കണ്ടെത്താനുണ്ട്, കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതായത് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ റീജിയനിലാണ് കൂടുതലും കണ്ടെത്താനായിട്ടുള്ളത്. ട്രോപ്പിക്കൽ റീജിയനും ടെമ്പറേറ്റ് റീജിയനും എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ്. ഓക്കെ, ഞാൻ ആദ്യം അതങ്ങ് പറയാം. ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളുടെ എർത്തിന്റെ എക്സാക്ട് സെന്റർ. ഓക്കെ, അതായത് നമ്മൾ എർത്തിനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ലൈനുകൾ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്. ഇനി ഇങ്ങനെ ലൈനുകൾ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡ്. അതാണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതില്, ഇപ്പൊ എർത്തിനെ എടുക്കുന്നു, ഇതിന്റെ എക്സാക്ട് സെന്ററിൽ കൂടി പോകുന്ന ദിസ് വൺ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഇക്വേറ്റർ എന്ന് വിളിക്കും. ഓക്കെ, ഇനി 23.5 ഡിഗ്രി, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ദിസ് പാർട്ട്. ഓക്കെ, അതായത് ഈ ഒരു ഭാഗം, ദിസ് ഈസ് വാട്ട് വി കോൾ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇതിനെയാണ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ഇതാണ് നമ്മൾ സദേൺ ഹെമിസ്ഫിയർ എന്നും പറയുന്നത്. ഓക്കെ, അങ്ങനെ ഭൂമിക്ക് 2 ഹെമിസ്ഫിയർ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ പണ്ട് ജോഗ്രഫി പഠിച്ചു കാണും അല്ലെ. അപ്പൊ 23 ഡിഗ്രി, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതെല്ലാം നോർത്ത് അല്ലെ, 23 ഡിഗ്രി. ഓക്കെ, 23.5 നോർത്ത്, 23 ഡിഗ്രി സൗത്ത്. ഇതിന്റെ ഇടയിൽ കാണുന്ന അത്രയും ഭാഗം അതിനെയാണ് നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ട്രോപ്പിക്കൽ റീജിയൻ? ദാറ്റ് മീൻസ് ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഇപ്പൊ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇടയിലുള്ള ഈ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ട്രോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ട്രോപ്പിക്. ഇനി ടെമ്പറേറ്റ് എന്ന് പറഞ്ഞാൽ, ഇനി ഇവിടെ ഏകദേശം 66 ഡിഗ്രി നോർത്ത് ആൻഡ് 66 ഡിഗ്രി സൗത്തിലായിട്ട്. ഓക്കെ, ഇവിടെ കാണുന്ന ദിസ് വൺ, ഇതാണ് ടെമ്പറേറ്റ് ആൻഡ് ദിസ് ഈസ് ആൾസോ ടെമ്പറേറ്റ്. ഇതാണ് എന്ത് ടെമ്പറേറ്റ് എന്ന് പറയുന്നത്, ടെമ്പറേറ്റ്. ഓക്കെ, ടെമ്പറേറ്റ്. അപ്പൊ ഇതിന്റെ മുകളിലുള്ള ഈ റീജിയനോ, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ പോളാർ റീജിയൻ. അപ്പൊ എർത്തിൽ നമുക്ക് ഇങ്ങനെ ട്രോപ്പിക്കൽ റീജിയൻ, അതുപോലെ തന്നെ ടെമ്പറേറ്റ് റീജിയൻ, അതുപോലെ തന്നെ പോളാർ റീജിയൻ എന്നിങ്ങനെ റീജിയൻസുകൾ കാണാനായിട്ട് പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസുകൾ കൂടുതലായിട്ട് കാണുന്നത് ഈ
ട്രോപ്പിക്കൽ റീജിയൻ ആണ് എന്നുള്ളത് നമ്മൾ പതിയെ ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപറ്റി നമ്മൾ അവിടെ വെച്ച് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോ ഏറ്റവും കൂടുതൽ സ്പീഷീസുകൾ, വെറൈറ്റീസ് ഓഫ് സ്പീഷീസുകൾ കാണുന്നത് ട്രോപ്പിക്കൽ റീജിയനിലാണ്. ട്രോപ്പിക്കൽ റീജിയനിലാണ് ഈ ആമസോൺ ഫോറസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് പോലെയുള്ള വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റുകളൊക്കെ ഉള്ളത്, കൊടുംവനങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു ട്രോപ്പിക്കൽ റീജിയൻസിലാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ട്രോപ്പിക്കൽ റീജിയൻസിൽ അവിടെയാണ് ഇനിയും ഒരുപാട് സ്പീഷീസുകൾ ഇനിയും കണ്ടെത്താനുള്ളത്. കാരണം കൊടും വനത്തിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആമസോൺ പോലെയുള്ള ഒരു കൊടും വനത്തിൽ കയറിയിട്ട് ഓരോ ജീവികളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ വേറെ when we are comparing or when we are considering the temperate region എന്ന് പറയുന്നത് അത് അത്ര ഡെൻസ് ഫോറസ്റ്റുകളല്ല. അവിടെ ഡെസിഡിയസ് ഫോറസ്റ്റുകൾ പോലെയുള്ള ഇല പൊഴിയുന്ന കാടുകളൊക്കെയാണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് അത്ര ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ പോലെ അത്രയും കൊടും വനങ്ങളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിനേക്കാളും കൂടുതൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും കൂടുതൽ ജീവികളെ കണ്ടെത്താൻ പറ്റുന്നതും ടെമ്പറേറ്റിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെമ്പറേറ്റിലാണ് കൂടുതൽ എന്ത് നടന്നിട്ടുള്ളത്, സ്പീഷീസ് റെക്കോർഡുകൾ, കൂടുതൽ സ്പീഷീസിനെ കണ്ടെത്തിയിട്ടുള്ളത്. മീൻസ് കൂടുതൽ എണ്ണമല്ല ഉദ്ദേശിച്ചത്, അവിടെ ഉള്ള സ്പീഷീസിൽ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ടെമ്പറേറ്റ്. അതായത് ടെമ്പറേറ്റിലുള്ള ഒരുപാട് സ്പീഷീസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ട്രോപ്പിക്കലിലുള്ള സ്പീഷീസുകൾ നമ്മൾ ഇനിയും ഒരുപാട് കണ്ടെത്താനുണ്ട്. ട്രോപ്പിക്കലാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഉള്ളത്. ഓക്കെ, അതിൽ തന്നെ ഇനിയും നമ്മൾ ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. അപ്പോ അതാണ് നമുക്ക് ട്രോപ്പിക്കലും ടെമ്പറേറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേറ്റിന്റെ സ്പീഷീസ് റെക്കോർഡ്, അതായത് അവിടെയുള്ള സ്പീഷീസിനെ നമ്മൾ ആൾമോസ്റ്റ് കുറെയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കുറെ പേരെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി എങ്ങനെയാണ് ഹൗ ബയോളജിസ്റ്റ് എസ്റ്റിമേറ്റ് ദ ടോട്ടൽ സ്പീഷീസ്? നമുക്ക് വേണമെങ്കിൽ സ്പീഷീസിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. നമുക്ക് ഇതുവരെ നമ്മൾ ഫുള്ള് കണ്ടെത്തിയിട്ടൊന്നുമില്ല, പക്ഷെ വേണമെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. ഏകദേശം ഭൂമിയിൽ ഇത്രയൊക്കെ സ്പീഷീസുകൾ കാണാം എന്ന് നമുക്ക് വേണമെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാം. അത് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ, ബയോളജിസ്റ്റ് കമ്പയർ ദ ടെമ്പറേറ്റ് വേഴ്സസ് ട്രോപ്പിക്കൽ സ്പീഷീസ്. നമ്മൾ പറഞ്ഞു ടെമ്പറേറ്റ് ആൾമോസ്റ്റ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ, അതിന് നമ്മൾ ട്രോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. മനസ്സിലായോ? കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെമ്പറേറ്റ് ട്രോപ്പിക്കൽ റേഷ്യോനെ എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഗ്ലോബൽ ഡൈവേഴ്സിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടെമ്പറേറ്റ് ആൾമോസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നമ്മൾ സ്പീഷീസ് റെക്കോർഡ്, അതായത് ഒരുവിധം സ്പീഷീസിനൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇനിയും ഒരുപാട് സ്പീഷീസുകളെ കണ്ടെത്താനുള്ള ട്രോപ്പിക്കിനുമായിട്ട് ഈ ടെമ്പറേറ്റിന് നമ്മൾ എന്ത് ചെയ്യും? അതായത് ടെമ്പറേറ്റ് ടു ട്രോപ്പിക്കൽ റേഷ്യോ നമ്മൾ എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ ഡൈവേഴ്സിറ്റി നമ്മൾ എന്ത് ചെയ്തത്? എസ്റ്റിമേറ്റ് ചെയ്തെടുത്തത്. ക്ലിയർ ആണോ? അങ്ങനെ ഒരു എക്സ്ട്രീം എസ്റ്റിമേറ്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 20 to 50 മില്യൺ സ്പീഷീസുകൾ കാണാം. 20 to 15, അത് ഭയങ്കര എക്സ്ട്രീം ആയി പോയി. ഓക്കെ, ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള, പക്ഷെ കുറച്ചും കൂടി ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയുന്നത് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്തത് റോബർട്ട് മേ ആണ്. ആരാണ്? റോബർട്ട് മേയെ പഠിക്കണം. റോബർട്ട് മേ പറയുന്നത് ഏകദേശം 7 മില്യൺ സ്പീഷീസുകൾ ഉണ്ടാകാം. ഓക്കെ, ഭൂമിയിൽ ഏകദേശം 7 മില്യൺ സ്പീഷീസുകൾ ഉണ്ടാകാം എന്നാണ് ആര് പറയുന്നത്? റോബർട്ട് മേ പറയുന്നത്. ഓക്കെ, 7 മില്യൺ സ്പീഷീസുകൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു IUCN കേസ് നോക്കൂ, 1.5 മില്യൺ സ്പീഷീസിനെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ കേട്ടോ. 1.5 മില്യൺ സ്പീഷീസിനെ കണ്ടെത്തിയിട്ടുള്ളൂ. പക്ഷേ അപ്രോക്സിമേറ്റ്ലി 7 മില്യൺ സ്പീഷീസുകൾ ഭൂമിയിൽ ഉണ്ട്. ദാറ്റ് മീൻസ് വാസ്റ്റ് മെജോറിറ്റി ഓഫ് സ്പീഷീസിനെ സ്റ്റിൽ നമ്മൾക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡിസ്കവർ ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴും ഭൂരിഭാഗം സ്പീഷീസിനെ കണ്ടെത്തിയിട്ട് പോലുമില്ല. അത്രയും ബയോഡൈവേഴ്സിറ്റി റിച്ച് ആണ് നമ്മളുടെ ഈ പറയുന്ന എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുവരെ കണ്ടെത്തിയ സ്പീഷീസ്, റെക്കോർഡ് സ്പീഷീസിനെ കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ മോർ ദാൻ 70% ഓഫ് ഓൾ റെക്കോർഡ് സ്പീഷീസുകളും ആരാണ്? അനിമൽസ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും കൂടുതൽ ആരാണ്? അനിമൽസ് ആണ്. ഇനി പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ കണ്ടെത്തിയ ഓൾ റെക്കോർഡ് സ്പീഷീസിൽ 70% ആരാണ്? അനിമൽസ് ആണ്. ഓക്കെ, പ്ലാന്റ്സ് ആകെ 22% ഉള്ളൂ. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആരെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്? ഫംഗെ പോലെയുള്ള ആൾക്കാരെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൽഗെ, ഫംഗെ, ബ്രയോഫൈറ്റ്സ്, ജിംനോസ്പേം, ആൻജിയോസ്പേം, ഇവരെ എല്ലാവരെയും കൂടി ചേർത്ത് ആകെ 22% ഉള്ളൂ. ബാക്കി 70% ആരാണ്? അനിമൽസ് ആണ്. ഓക്കെ, 70 റെക്കോർഡ് ചെയ്ത സ്പീഷീസിൽ 70% അനിമൽസും 22% പ്ലാന്റ്സുമാണ്.
ഇനി അനിമൽസിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ അത് ഇൻസെക്റ്റുകളെയാണ്. ആരെയാണ്? ഇൻസെക്റ്റുകളെയാണ്. ഓക്കെ, അപ്പൊ ഇൻസെക്റ്റ് ആണ് മോസ്റ്റ് സ്പീഷീസ് റിച്ച് ഗ്രൂപ്പ് എമംഗ് അനിമൽസ്. അനിമൽസിൽ തന്നെ ഏറ്റവും സ്പീഷീസ് റിച്ച് ആയിട്ടുള്ള ആളുകൾ ആരാണ്? അനിമൽസുകളാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇൻസെക്ട് ആർ ദ മോസ്റ്റ് സ്പീഷീസ് റിച്ച് ഗ്രൂപ്പ് എമംഗ് അനിമൽസ്. ഓക്കെ, ഇനി ഇൻസെക്ട്സ് മേക്ക് അപ് ടു അല്ലെങ്കിൽ ഓവർ ദ 70% ഓഫ് ആൾ അനിമൽസ്. ഓക്കെ, എല്ലാ കണ്ടുപിടിച്ച എല്ലാ അനിമൽസിൽ 70% ആരാണ്? ഇൻസെക്ട് ആണ്. അപ്പൊ ഇൻസെക്ട് ആണ് ഏറ്റവും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ആളുകൾ. അവരാ 70% ആരാണ്? അതായത് അനിമൽ സ്പീഷീസിലെ 70% ഇൻസെക്റ്റുകളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ദാറ്റ് മീൻസ് 70% എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാലോ, ഒരു 10 അനിമൽ എടുത്താൽ അതിൽ 7 ആരായിരിക്കും? ഇൻസെക്റ്റുകളായിരിക്കും. ഓക്കെ, എന്തുകൊണ്ട് ഇൻസെക്ട് ഇത്രയും വെറൈറ്റീസുകൾ വന്നു? ഓക്കെ, എന്തുകൊണ്ട് ഇത്രയും സ്പീഷീസ് റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇൻസെക്റ്റിൽ ഇത്രയും ഡൈവേഴ്സിറ്റി കാണുന്നു എന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒന്ന്, ഇൻസെക്ട്സ് അവർക്ക് ഇനോമറസ് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. അതായത് ബ്രോഡ് വേരിയേഷൻ ഇൻ ഫോം ആൻഡ് ഫങ്ഷൻ. അതായത് ഇവരിൽ വെറൈറ്റീസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെറൈറ്റീസ് ഓഫ് ഇൻസെക്റ്റുകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അവർക്ക് ഒരുപാട്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് 400 മില്യൺ ഇയേഴ്സ് അഗോ മുതലൊക്കെ ഈ ഇൻസെക്റ്റുകളുണ്ട്. അത്രയും ലോങ് ഹിസ്റ്ററി ആർക്കുണ്ട്? എവല്യൂഷണറി ഹിസ്റ്ററി ഇൻസെക്റ്റുകൾക്കുണ്ട്. അപ്പൊ ഇൻസെക്റ്റ് അത്രയും കാലമായിട്ട് ഇവിടെ ഭൂമിയിലുണ്ട്. അപ്പൊ കൂടുതൽ സമയം കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ വെറൈറ്റീസ് ഓഫ് സ്പീഷീസുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എവല്യൂഷൻ എത്രത്തോളം കൂടുതൽ സമയം കിട്ടുന്നു അത്രത്തോളം വെറൈറ്റീസ് ഓഫ് സ്പീഷീസുകൾ ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ എവല്യൂഷനിലൂടെ എന്ത് ചെയ്യുന്നു? വെറൈറ്റീസ് ഓഫ് സ്പീഷീസുകൾ ഉണ്ടാകുന്നു. എത്രത്തോളം കൂടുതൽ സമയം അവർക്ക് എവല്യൂഷൻ സമയം കിട്ടുന്നു അത്രത്തോളം വെറൈറ്റീസ് ഓഫ് സ്പീഷീസുകൾ അവരിൽ നിന്നും ഉണ്ടാകുന്നു അല്ലെ. ലൈക്ക് ദാറ്റ് ബ്രാഞ്ച് ഡിസെന്റ് പോലെ. അപ്പോ അവർക്ക് ഒന്നാമത്തത് അവർക്ക് എന്തുണ്ട്? ഒരുപാട് കാലത്തെ എന്ത് കിട്ടിയിട്ടുണ്ട്? എവല്യൂഷണറി ഹിസ്റ്ററി ഉണ്ട്. രണ്ടാമത്തത് ഇവരിൽ കാണുന്ന മെറ്റാമോർഫോസിസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവരിൽ ലാർവയുണ്ട്, അതേപോലെ തന്നെ അഡൽറ്റും ഉണ്ട്. രണ്ടുപേരുടെയും നിഷ് ഡിഫറെൻ്റ് ആണ്. അതായത് രണ്ടുപേരുടെയും അവരുടെ രീതികൾ വ്യത്യാസമുണ്ട്, അവരുടെ ജീവിത രീതി വ്യത്യാസമുണ്ട്, അവരുടെ ഫുഡ് ഹാബിറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അഡൽറ്റും അതുപോലെ തന്നെ ലാർവയും യങ് വണ്ണും അതുപോലെ തന്നെ അഡൽറ്റും തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. അപ്പൊ കോമ്പറ്റീഷനിലൂടെ ഈ ജീവികൾ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻസിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടിയും, ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു പാല് കുടിക്കുന്ന കുട്ടിയല്ല, അല്ലാത്ത കുറച്ചും കൂടി ഒരു ചെറിയ കുട്ടിയും ഒരു വലിയൊരു ഹ്യൂമണും ഒക്കെ എന്തെന്നാണ്? ഒരേ ടൈപ്പ് ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോ ഒരു വീട്ടിലെ ആഹാരം മുടങ്ങിയാൽ അത് ഓഫ് കോഴ്സ് ആ കുട്ടിയെയും ബാധിക്കുന്നുണ്ട്. മാത്രമല്ല പാല് കുടിക്കുന്ന കുട്ടിയാണ് അമ്മയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇൻസെക്റ്റിന്റെ കേസിൽ അങ്ങനെയല്ല. അതിന്റെ ലാർവ എന്ന് പറയുന്നത് അതിന് സ്വതന്ത്രമായിട്ട് വേറെ തന്നെ എന്തുണ്ട്? ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫ്രീ ആയിട്ട് എന്തുണ്ട്? വേറെ തന്നെ ഫുഡ് ഹാബിറ്റ് ഉണ്ട്. അപ്പൊ അഡൽറ്റുമായിട്ട് അതിനൊരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നില്ല ഫുഡിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വെറൈറ്റീസുകളുണ്ട്. മറ്റൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പല ടൈപ്പ് ഓഫ്, ഫോർ എക്സാമ്പിൾ അവർക്ക് ഫ്ലൈ ചെയ്ത് കുറെ കൂടി ദൂരെ പോകാൻ പറ്റുന്നു. പിന്നെ അതേപോലെ തന്നെ ത്രൂ മിമിക്രി കാണിച്ചിട്ടും പറക്കാൻ പറ്റിയിട്ടും ഒക്കെ ആയിട്ട് അവർക്ക് പ്രിഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവർ കൂടുതൽ സർവൈവ് ചെയ്യുന്നുണ്ട്. അതും ഒരുപാട് കാലമായിട്ട് അവർ സർവൈവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് വെറൈറ്റീസുകളായിട്ട് ഇവോൾവ് ചെയ്ത് വരാനും അവർക്ക് സമയം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല അവർ ഡിഫറെന്റ് സാഹചര്യങ്ങളുമായിട്ട്, ഓക്കെ, ഡിഫറെന്റ് കണ്ടീഷൻസുകളുമായിട്ട് അവർ പെട്ടെന്ന് ചേർന്ന് പോകുന്നുണ്ട്, അഡാപ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ഹാബിറ്റേറ്റിലോട്ടൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈസിലി അഡാപ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. മറ്റൊന്ന്, അവർ പെട്ടെന്ന് റാപ്പിഡ്ലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ റാപ്പിഡ്ലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ജനറ്റിക് വേരിയേഷൻസും കൂടുതലായിട്ട് വരുന്നു, കൂടുതൽ എവല്യൂഷനും കൂടുതലായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ സ്പീഷീസ് റിച്ച്നെസ്സും കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ എന്തായാലും ഇൻസെക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് റിച്ച് ആയിട്ടുള്ള ആള് എമംഗ് അനിമൽസ് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ വെർട്ടിബ്രേറ്റ്സിനെയും അതുപോലെ തന്നെ വെർട്ടിബ്രേറ്റ്സിനെയും ഫംഗസിനെയും കൂടി കമ്പയർ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, the number of fungi species in the world is greater than the combined total of fish, amphibians, reptiles and mammals. Okay, അതായത് ഫിഷിന്റെയും ആംഫീബിയൻസിന്റെയും റെപ്റ്റൈൽസിന്റെയും മാമൽസിന്റെയും
ഒക്കെ അവരുടെയൊക്കെ സ്പീഷീസ് നമ്മൾ ഇതുവരെ കണ്ടെത്തി റെക്കോർഡ് ചെയ്ത എല്ലാ മാമൽസിനെയും റെപ്റ്റൈൽസിനെയും ആംഫീബിയൻസിനെയും ഫിഷസിനെയും ഒക്കെ അവരുടെ എല്ലാം നമ്മൾ കൂട്ടി നോക്കിയാലും ആരുടെ അത്രയും വരില്ല, ഫംഗസിന്റെ അത്രയും വരില്ല. ബിക്കോസ് ഫംഗസ് അത്രയും വലുതാണ്. ഈവൻ ബേർഡ്സിനെ വരെ ഈ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്താലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഫംഗസിന് അത്രയും വരാൻ പോകുന്നില്ല. ബിക്കോസ് ഫംഗസ് ഈ പറയുന്ന വെർട്ടിബ്രേറ്റ്സിനേക്കാളും സ്പീഷീസ് റിച്ച് ആണ്. ഓക്കെ, ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ കേസിലോട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ കേസിലോട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഇൻസെക്റ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ഇൻസെക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓക്കെ, അനിമൽസിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാണ് ഇൻസെക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇൻവെർട്ടിബ്രേറ്റ്സിനെ എടുത്ത് നോക്കിയാലും അവരിലും കൂടുതൽ ആര് തന്നെയാണ്, ഇൻസെക്റ്റുകൾ തന്നെയാണ്. ഐ ഹോപ്പ് യു നോ വാട്ട് ഈസ് വെർട്ടിബ്രേറ്റ്സ്. ഇൻവെർട്ടിബ്രേറ്റ്സ് ഒക്കെ നിങ്ങൾ അനിമൽ കിണ്ടത്തിൽ പഠിച്ചിട്ടുണ്ടാകും അല്ലെ? വെർട്ടിബ്രൽ കോളം, അതായത് നട്ടലുള്ളവരൊക്കെ എന്താണ് വെർട്ടിബ്രേറ്റ്സും അല്ലാത്തവരൊക്കെ ഇൻവെർട്ടിബ്രേറ്റ്സും. ഓക്കെ, അപ്പോ ഇൻവെർട്ടിബ്രേറ്റ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്, ഇൻസെക്റ്റുകൾ. പിന്നെ ബാക്കി കാണുന്ന അതർ അനിമൽ ഗ്രൂപ്പ്സ്, പിന്നെ കാണുന്നത് മൊളുസ്ക്, ദെൻ ക്രസ്റ്റേഷ്യൻസ്. ഓക്കെ, ഇനി വെർട്ടിബ്രേറ്റ്സിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ വെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫിഷസുകളാണ്. ആരാണ്? ഫിഷ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബേർഡ്സ് ആണ്. ആരാ? ബേർഡ്സ്. പിന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് റെപ്റ്റൈൽസ്, ദെൻ ആംഫീബിയൻസ്, ദെൻ മാമൽസ്. ഓക്കെ, ആ ഒരു ഓർഡറിലാണ് വെർട്ടിബ്രേറ്റ്സിന്റെ കേസ് വരുന്നത്. ഇനി പ്ലാന്റ്സിന്റെ കേസിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, നമ്മൾ ഇവിടെ ഫംഗസിനെയും ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻജിയോസ്പേം ആണ്. ആൻജിയോസ്പേം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ഫംഗസ് ആണ്. ഓക്കെ, ആൻജിയോസ്പേം, ദെൻ ഫംഗസ്, ദെൻ ഏറ്റവും കൂടുതൽ വരുന്നത് ആൽഗയാണ്. ആരാണ്? ആൽഗെ. ഓക്കെ, ആൽഗെ. ആൽഗെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് മോസ്, ദെൻ ഫേൺസ്, ദെൻ ലൈക്കൻസ്. ഓക്കെ, അപ്പൊ ഈ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്പീഷീസുകൾ മീൻസ് സ്പീഷീസ് റിച്ച്നെസ് അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് സ്പീഷീസുകൾ കാണുന്നത്. ഓക്കെ, അപ്പോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാം. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരം പറയുന്നത് മൊത്തം ആരെ പറ്റിയാ? പ്ലാന്റ്സ്, അനിമൽസ് പോലെയുള്ള ആളുകളെ പറ്റിയാണ്. പ്രോകാരിയോട്സിനെ പറ്റി നമ്മൾ കമാന്നൊരു അക്ഷരം മിണ്ടിയോ? ഇല്ല. എന്നാലോ ഈ പ്രോകാരിയോട്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളല്ല അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളുകളാണ് ആര്? പ്രോകാരിയോട്സും. പക്ഷെ അവരെ നമ്മൾ എന്ത് ചെയ്തില്ല, തീരെ മൈൻഡ് ആക്കില്ല. അപ്പൊ അവരെ തവിട് കൊടുത്തു വാങ്ങിയതാണോ? അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ പ്രോകാരിയോട്ടിനെ കൗണ്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ സാധാരണ കൺവെൻഷണൽ ടാക്സോണമി മെത്തേഡ് ഉണ്ടല്ലോ, നമ്മളുടെ ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ പോലെയുള്ള പരിപാടിയൊന്നും ആരുടെ കേസിൽ വർക്കാവില്ല. കൺവെൻഷണൽ ടാക്സോണമി ആരുടെ കേസിൽ വർക്കാവുന്നില്ല? ഈ പറയുന്ന പ്രോകാരിയോട്സിന്റെ കേസിൽ അല്ലെങ്കിൽ മൈക്രോബ്സിന്റെ കേസിൽ വർക്കാവുന്നില്ല. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചറൽ ആൻഡ് വിസിബിൾ ട്രൈറ്റ്, അപ്പൊ നമ്മളുടെ സ്ട്രക്ചറും വിസിബിൾ ആയിട്ടുള്ള ട്രൈറ്റ്സുകളും ഒക്കെ വെച്ചിട്ട് ഉള്ള സാധാരണ കൺവെൻഷണൽ ടാക്സോണമി, അതായത് സാധാരണ ടാക്സോണമിക്കൽ മെത്തേഡ് എവിടെ വർക്കാവുന്നില്ല? പ്രോകാരിയോട്സിന്റെ കേസിൽ വർക്കാവുന്നില്ല. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, കാരണം എന്താ, ഇത് മൈക്രോസ്കോപ്പിലൂടെ നോക്കണ്ടേ. അപ്പൊ ഇത് കണ്ണുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ. അപ്പൊ അതൊരു ഡിഫിക്കൽറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോ മറ്റൊന്ന്, മെനി പ്രോകാരിയോട്സ് കനോട്ട് ബി കൾച്ചേർഡ് ഇൻ ലാബ് കണ്ടീഷൻസ്. ഓക്കെ, ഇനി നമ്മൾ വിചാരിച്ച പോലെ എല്ലാ പ്രോകാരിയോട്സിനെയും നമുക്ക് ലാബ് കണ്ടീഷനിൽ വളർത്താൻ പറ്റില്ല. അപ്പോൾ അതൊരു അനദർ ചലഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര പ്രോകാരിയോട്സുകൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നതിനെ പറ്റി ഒരു ക്ലിയർ എസ്റ്റിമേറ്റ് ഒന്നും നമുക്കില്ല. ഓക്കെ, ദർ ഇസ് നോ ക്ലിയർ എസ്റ്റിമേറ്റ് ഫോർ ടോട്ടൽ പ്രോകാരിയോട്ട് സ്പീഷീസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കറന്റ് ബയോഡൈവേഴ്സിറ്റി എസ്റ്റിമേറ്റിൽ ആരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? പ്രോകാരിയോട്ടിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി പ്രോകാരിയോട്സുകള്, ഓക്കെ, പ്രോകാരിയോട്സിന്റെ കേസിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദർ ഇസ് നോ എക്സാക്ട് കൗണ്ട് ഓഫ് പ്രോകാരിയോട്ട് സ്പീഷീസ്. ഓക്കെ, ദേ ആർ ഹിഡൻ ഡൈവേഴ്സിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പറ്റി നമുക്ക് വലിയൊരു ധാരണയില്ല. ഇനി നമുക്ക് ഇന്ത്യ ഈസ് വൺ ഓഫ് ദി വെരി സ്പീഷീസ് റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പൊ ഇന്ത്യയെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയെ പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം.
അപ്പോൾ ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ലാൻഡ് സൈസ് ഓക്കെ, അപ്പോൾ വേൾഡിലുള്ള ലാൻഡിന്റെ സൈസുമായിട്ട് ഇന്ത്യയുടെ ലാൻഡ് സൈസ് കമ്പയർ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെറും 2.4% ഇന്ത്യയുടെ ലാൻഡ് ഉള്ളൂ. അതായത് വേൾഡിലുള്ള ലാൻഡുമായി കമ്പയർ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ലാൻഡ് എന്ന് പറയുന്നത് വെറും 2.4% ഉള്ളൂ. പക്ഷേ ബയോഡൈവേഴ്സിറ്റിയുടെ കേസിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. 8.1%, അതായത് ഗ്ലോബൽ സ്പീഷീസിന്റെ 8.1%ഉം എവിടെയാണ്? ഇന്ത്യയിലാണ്. അതായത് ലാൻഡ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെറും 2.4 ഉള്ളൂ എങ്കിലും ബയോഡൈവേഴ്സിറ്റിയുടെ കേസിലോട്ട് വരികയാണെങ്കിൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയുടെ 8.1% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര സ്പീഷീസ് റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതായത് ലോകത്ത് 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസുകളുണ്ട്. ദർ ആർ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ആൻഡ് ഇന്ത്യ ഈസ് വൺ എമംഗ് ദം. ഓക്കെ, അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ആര്? ഇന്ത്യ. അപ്പൊ ഇന്ത്യ ഈസ് 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രിയിൽ ഒരാളാണ് ആര്? ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കേസ് നോക്കിയാൽ ഇന്ത്യയിൽ ഏകദേശം 45,000 പ്ലാന്റ് സ്പീഷീസുകളുണ്ട്. 45,000 പ്ലാന്റ് സ്പീഷീസുകൾ. നിങ്ങൾ എത്ര വെറൈറ്റീസ് ഓഫ് പ്ലാന്റുകൾ കണ്ടിട്ടുണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ? ഓക്കെ, 45,000 പോയിട്ട് നിങ്ങൾ 45 വെറൈറ്റീസുകൾ കണ്ടിട്ടുണ്ടാവുമോ? ഒരു പക്ഷേ. എന്തായാലും ഇതിന്റെ ഇരട്ടി ആരുണ്ട്? അനിമൽസുകളുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഇതിന്റെ ഇരട്ടി ആരുണ്ട്? അനിമൽ സ്പീഷീസുകൾ ഇന്ത്യയിലുണ്ട്. അപ്പൊ അതാണ് ഇന്ത്യയിൽ ഇത് റെക്കോർഡ് ചെയ്ത സ്പീഷീസിന്റെ കേസാണ്. ഇന്ത്യയിൽ നിലവിലുള്ള സ്പീഷീസിന്റെ എണ്ണമല്ല, ഇന്ത്യയിൽ നിലവിൽ നമ്മൾ കണ്ടെത്തിയ സ്പീഷീസ് ആണ്. ദാറ്റ് മീൻസ് സ്റ്റിൽ നമ്മൾക്ക് എന്തുണ്ട്? ഒരുപാട് ആളുകളെ നമുക്ക് ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു റോബർട്ട് മേയുടെ എസ്റ്റിമേറ്റ് പറഞ്ഞു. റോബർട്ട് മേയുടെ എസ്റ്റിമേറ്റ് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗ്ലോബലി തന്നെ ആകെ 22% സ്പീഷീസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇതിനോടകം കണ്ടെത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ റോബർട്ട് മേയുടെ എസ്റ്റിമേറ്റും നമ്മൾ ഗ്ലോബലി കണ്ടെത്തിയ സ്പീഷീസിന്റെ എണ്ണവും വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെറും 22% എന്ത് ചെയ്തിട്ടുള്ളൂ? നമ്മൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് വാസ്റ്റ് മെജോറിറ്റി ഇനിയും നമുക്ക് 78% ഇനിയും നമ്മൾ കണ്ടെത്തിയിട്ട് പോലുമില്ല. ഓക്കെ, ആ ഒരു കേസിന് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയെ നമ്മൾ ഇന്ത്യയുടെ കേസിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ there will be 1 lakh പ്ലാന്റ് സ്പീഷീസുകളും അതുപോലെ തന്നെ 3 lakh അനിമൽ സ്പീഷീസുകളും ഇന്ത്യയിൽ ഉണ്ടാവാം. മനസ്സിലായോ? 1 lakh പ്ലാന്റ് സ്പീഷീസുകളും 3 lakh അനിമൽ സ്പീഷീസുകളും ഇന്ത്യയിൽ ഉണ്ടാകാം. ഓക്കെ, പക്ഷേ നമ്മൾക്ക് അത്രയും സ്പീഷീസുകളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതിന് ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് ടൈം. അതിന് ഒരുപാട് സമയം ആവശ്യമുണ്ട്. മാത്രമല്ല ഇത് കണ്ടുപിടിക്കുന്നത് ആരാ? ടാക്സോണമിസ്റ്റുകളല്ലേ. സോ വി നീഡ് എ ഹ്യൂജ് മാൻ പവർ. നമുക്ക് അത്രയും കൂടുതൽ ടാക്സോണമിസ്റ്റുകളെ വേണം. അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അത് ഇന്ത്യയിൽ ഒരു വലിയൊരു ചലഞ്ച് തന്നെയാണ്. ഇന്ത്യയിലെ നിലവിലുള്ള ബയോഡൈവേഴ്സിറ്റിയെ നമുക്ക് കണ്ടെത്താൻ, അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾക്ക് ഇപ്പോൾ നിലവിലുള്ള നമ്മളുടെ ടാക്സോണമിസ്റ്റുകളും അല്ലെങ്കിൽ ഈ സമയവും നമ്മൾക്ക് തികയാതെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്പീഷീസുകളെയും നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അവരെന്തായി പോകുന്നു? എക്സ്റ്റിൻറ്റ് ആയി പോകുന്നു, വംശനാശം സംഭവിച്ചു പോകുന്നു. അപ്പോൾ പല സ്പീഷീസുകൾ നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? എക്സ്റ്റിൻറ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പക്ഷേ ക്യാൻസറിന് ചികിത്സയായിട്ടുള്ള അല്ലെങ്കിൽ മരുന്ന് തരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെടി ഒരു പക്ഷേ കാട്ടിലുണ്ടാവാം. നമ്മളത് കണ്ടെത്തുന്നില്ല, അതിനു മുമ്പേ കാട് നശിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെടിയൊക്കെ നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പേ ഇതെന്തായി പോകുന്നു? എക്സ്റ്റിൻറ്റ് ആയി പോകുന്നു, വംശനാശം സംഭവിച്ചു പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു ഗിഫ്റ്റ് അല്ലെ നേച്ചറിന്റെ ഒരു ഗിഫ്റ്റ് നമ്മൾ അറിയാതെ പോകുകയാണ്. ഓക്കെ, സപ്പോസ് ഒരു ലൈബ്രറിയിൽ ഒരുപാട് ബുക്കുകൾ കാറ്റലോഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഒരു ലൈബ്രറിയിൽ ഒരുപാട് ബുക്കുകൾ കാറ്റലോഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഓർഡറിലാക്കി എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആ ലൈബ്രറിക്ക് എന്ത് വരുന്നു? തീ പിടിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ആ കാറ്റലോഗ് നോക്കിയാൽ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ഏതൊക്കെ ബുക്കുകൾ ലോസായി എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. പക്ഷെ സപ്പോസ് ഒരു ലൈബ്രറിക്ക് എന്തില്ല, ഇതുപോലെ കാറ്റലോഗ് ഒന്നും ഇല്ല, അങ്ങനെ റെക്കോർഡൊന്നുമില്ല, ലൈബ്രറിക്ക് തീ പിടിക്കുന്നു, ബുക്കെല്ലാം കത്തിപ്പോകുന്നു. നമ്മൾക്ക് വല്ല ഐഡിയ ഉണ്ടോ ഏത് ബുക്കാണ് പോയത്, എന്തൊക്കെ കത്തിപ്പോയിന്ന്? വല്ല ഐഡിയാസും ഉണ്ടാവുമോ? ഇല്ല. അതുപോലെയാണ് നേച്ചറിന്റെ കേസിലും. നേച്ചറിന്റെ ബുക്ക് അല്ലെങ്കിൽ നേച്ചറിന്റെ സ്പീഷീസ് അതിന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ്, കാറ്റലോഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ നേച്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ബയോളജിക്കൽ ലൈബ്രറി നേച്ചർ അതെന്തായി പോവുകയാണ്? കത്തിപ്പോവുകയാണ്.
മനസ്സിലായോ? ഓക്കെ, അപ്പൊ നേച്ചറിന്റെ ലൈബ്രറി എന്ത് ചെയ്യാണ്? അവിടുത്തെ ബുക്കുകൾ കാറ്റലോഗ് ചെയ്യുന്നതിന് മുമ്പേ കത്തിപ്പോവുകയാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ ഭൂമിയിലുള്ള സ്പീഷീസിനെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ, കണ്ടെത്തി അതിനെ ഐഡന്റിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെന്തായി പോകുന്നുണ്ട്? എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നുണ്ട്. ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകാം, അല്ലേ?